ചില പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ്സ് അങ്ങനെയല്ല. അത് ഓരോ ആളുകളും മനസ്സിലാക്കുന്ന രീതിയാണ്. അതായത് അവർ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ള ഈ പറഞ്ഞ ട്രാവലുണ്ട്. ഇപ്പോൾ രാജു തന്നെ പല ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ രാജുവിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ആക്ടർ ആയി തുടങ്ങിയെങ്കിലും ഡയറക്ടർ ആവാനുള്ള എല്ലാ അവയർനെസ്സോടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും ഓരോ പഠനമാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും പുള്ളി പറയുന്നുണ്ട്, ഞാൻ എല്ലാ സിനിമകളിലും ഞാനൊരു അസിസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്ന പോലെ അദ്ദേഹം വന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണ്, ടെക്നിക്കലി ക്യാമറ, ലെൻസിങ്, ഫ്രെയിമുകൾ, എന്തിനെക്കുറിച്ചും ഇപ്പോൾ പറഞ്ഞ നമ്മുടെ മമ്മൂക്കയെ പോലെ തന്നെ അദ്ദേഹം മനസ്സിലാക്കുന്ന അതിൻ്റെ വേറെ ലെവലിലാണ് രാജു മനസ്സിലാക്കുന്നത്. പക്ഷേ മേക്കപ്പിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മുടെ പേഴ്സണലി ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പം നമുക്കുണ്ടാവുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ നിൽക്കുമ്പോൾ നമുക്കത് കവറപ്പ് ചെയ്യണമെങ്കിൽ മേക്കപ്പിന് ഇത് ഇത്രേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില മേഖലയിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ആ കാര്യത്തിനെ കുറിച്ച് അത്രയും അങ്ങോട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ല. സെൽഫാണ് ഞാൻ പറയുന്നത്. മറ്റൊരാളുടെ കാര്യത്തിൽ അദ്ദേഹം വെൽ ഇതാണ് എന്തെങ്കിൽ പ്രസന്റ് ചെയ്യാനായാലും മറ്റൊരാളുടെ കാര്യത്തിൽ ആൾ മീൻസ് പെർഫെക്റ്റ് ആണ്. ഈ ഒരു മൊമെന്റിൽ പുള്ളിയുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസും ഉണ്ട്. പിന്നെ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ഈ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താലേ നമുക്കതിലേക്ക് എത്താൻ ഈസി ആവുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചുപോയ വേണുചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ, പിന്നെ കുട്ടേട്ടൻ, വിജയരാഘവൻ എന്ന് പറയുന്ന കുട്ടേട്ടൻ. ഇവരൊക്കെ ഒരു ക്യാരക്ടർക്ക് അവർക്കൊക്കെ ഒരു കൊതിയാണ്. അതായത് ഒരു മേക്ക് ഓവറിലൂടെ അവർ പുതിയ ഭാവങ്ങൾ അല്ലെങ്കിൽ പുതിയ എക്സ്പ്രഷൻസ് അത് അവർ എക്സ്പീരിയൻസ് ചെയ്തും അവർ സ്ക്രീനിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്തും കിട്ടിയിട്ടുള്ള കോൺഫിഡൻസ് ലെവല് ആ ലെവൽ അവർ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ രാജുവിനെ സംബന്ധിച്ചുള്ള രാജുവിൻ്റെ കരിയറിൽ അത്തരം സെല്ലുലോയിഡ് പോലത്തെ സിനിമകളുണ്ട്. അപ്പോൾ അത്തരം സിനിമകളിൽ മാത്രം വളരെ കുറഞ്ഞ സിനിമകളിൽ മാത്രമാണ് മേക്ക് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോൾ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മുന്നിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഫോൺ യൂസ് ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പേഷ്യൻ്റ് ആവേണ്ട ഒരു പ്രോസസ്സാണ്. അത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് റീഫ്രഷ് ആവുന്നത് ഫോണിലാണ്. നമ്മളുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മളെ കില്ല് ചെയ്യുന്നത് നമ്മുടെ ഫോണാണ്. നമ്മളൊരു മെസ്സേജിനോ അല്ലെങ്കിൽ ഒരു റിവ്യൂ നോക്കാൻ വേണ്ടി എടുക്കുന്ന ഫോൺ നമ്മളെ കൊണ്ടുപോയി ട്രാവൽ ചെയ്ത് ഒരു 1 അവർ കഴിയുമ്പോഴാണ് നമ്മൾ ആ പ്രോസസ്സ് നിർത്തുന്നത്. ആ നിർത്തുന്ന സമയത്ത് നമ്മൾ കുറ്റബോധത്തോടെയും പലരും വേണ്ടിയിരുന്നില്ല, അവർ സമയം നോക്കുമ്പോൾ അവർ സമയം മൊത്തം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ പ്രോസസ്സുകൾ ഇപ്പോഴും അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖല ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. അവരിങ്ങനെ ഇങ്ങനെയായിരിക്കും പല ആർട്ടിസ്റ്റുകളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മളിലേക്ക് എത്രമാത്രം ഒരാൾ കംഫർട്ട് ആവുന്നു അതനുസരിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ പ്രോസസ്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരെൻജോയ് ചെയ്യണം. ഇപ്പോൾ വേണിച്ചേട്ടനും കുട്ടേട്ടനൊക്കെ അവരിത്തരം മേഖലയിലൂടെ ഒത്തിരി ഒരുപാട് മേക്ക് ഓവറുകളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അവർ നമ്മളിലേക്ക് തരുന്ന ഒരു ഫേസ് ഉണ്ട്, നമ്മളിലേക്ക് തരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അവർ പിന്നെ ഒരു 60% ഒക്കെ മേക്ക് ഓവർ കഴിയുമ്പോഴായിരിക്കും അവരൊന്ന് ജസ്റ്റ് ചിലപ്പോൾ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ പിന്നെ 80 കഴിഞ്ഞാൽ പിന്നെ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഇവിടെ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ആ ഒരു കോൺവെർസേഷനിലാണ് ഈ മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നന്നാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനും ടൈം ഡ്യൂറേഷൻ കുറയും തോറും ആ പ്രോസസ്സ് വളരെ എന്താ പറയുക ഭയങ്കര വളരെ ഇതായിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സുകളും ആക്ടേഴ്സ് മെൻ്റലി അതിന് വേണ്ടിയിട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ ആ റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഈ കമലഹാസൻ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ആക്ടർ അദ്ദേഹം ഓരോ മേക്ക് ഓവറിനും കൊടുക്കുന്ന സമയമുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി ഇപ്പം നമ്മൾ പറയില്ല, അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റും ഇവർ ചെയ്യുന്ന ഓരോ പ്രോസസ്സിൻ്റെയും ഒരു പഠനങ്ങളാണ്. അവർ ഇപ്പോൾ കണ്ണടച്ച് അവരിയ്ക്കുന്നുണ്ടെങ്കിലും അവരുടെ ഫേസിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് റോങ്,
അല്ലെങ്കിൽ ഈ ഷെയ്ഡ് ഇപ്പോൾ നമുക്കത് അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ വളരെ ഇപ്പൊ ഏതൊരു നമ്മൾ മേക്കപ്പ് ആണ് അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ജസ്റ്റ് ഒരു ബാർബർ ഷോപ്പിൽ പോയാൽ പോലും നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ കത്രികയുടെ ചില കട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ പോലും ആ ഫസ്റ്റ് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇവൻ എത്രമാത്രം ഇതിനകത്ത് സ്കിൽ ടാലന്റ് ഉണ്ടെന്ന്. അതനുസരിച്ചിട്ട് നമ്മൾ കംഫർട്ട് ആവും, അല്ലെങ്കിൽ നമ്മൾ അവിടെ മുതൽ ഇറിറ്റേറ്റഡ് ആവും. അത് രണ്ടുപേരും അങ്ങനെ ആവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അത് കൂടുതലും ഇപ്പോൾ രാജുവൊക്കെ നമ്മുടെ കൂടെ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ അദ്ദേഹം വളരെ ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്, അത് സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ്. ഈ പൊതുവെ ഈ സ്റ്റണ്ട് രംഗങ്ങളിലൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണല്ലോ ഈ ബ്ലഡ്, ഈ ബ്ലഡിന്റെ മിക്സിങ്, ഇതെല്ലാം മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. മാത്രമല്ല പിന്നെ പ്രോസ്തറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എമ്പുരാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഈ നമ്മൾ ഈ പണ്ട് സിനിമകളിൽ കാണുന്ന ബ്ലഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെറും കളറാണെന്നുള്ളത്. പക്ഷെ ഇപ്പം അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ബ്ലഡിനെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു എമ്പുരാനിലേക്ക് വരുമ്പോൾ? കാരണം ഒരു കൊമേഴ്ഷ്യൽ പടങ്ങളാണെങ്കിലും ഇതിലെ കാര്യങ്ങളെല്ലാം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നണം, പ്രത്യേകിച്ച് ഈ ബ്ലഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്? ഇത് എമ്പുരാനിൽ അങ്ങനെ ഒരു ഓവർ വയലൻസ് ഉള്ള സിനിമയല്ല. പിന്നെ ഓവർ വയലൻസ് സിനിമകളോട് അറിയില്ല, അതൊരു ഒരിക്കലും ട്രെൻഡ് ആവരുത് എന്ന് പേഴ്സണലി എനിക്കും ഒരു ആഗ്രഹമുണ്ട്. എന്ന് കഴിഞ്ഞാൽ കണ്ണുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും നമ്മൾ പുറത്തേക്ക് വിടുന്ന വിഷ്വലുകൾ ഒരിക്കലും കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ അത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓവർ വയലൻസ് ഉള്ള സിനിമകളോട് അത്തരം സിനിമകൾ ചെയ്യുന്നതിനപ്പുറത്ത് എനിക്കിഷ്ടം, എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു ക്രൂവൽ ആയിട്ട് ഒരു ക്യാരക്ടറിനെ ഫിനിഷ് ചെയ്യണം. അതായത് ഇത് സിനിമയ്ക്കകത്ത് ചിന്തിക്കുന്നത് ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആവണം, അല്ലെങ്കിൽ ഒരു അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ ഇതുവരെ കാണാത്തൊരു സാധനം ചെയ്യണം. അതുകൊണ്ട് ചിന്തിച്ചാണ് ഇവർ പോലും അറിയാതെ ഒരു ഭീകരമായ ഒരു വയലൻസിൽ എത്തുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വളരെ ക്ലീൻ, അല്ലെങ്കിൽ റിവെഞ്ചുകൾ എടുക്കേണ്ട സമയങ്ങളിൽ അത് സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന വയലൻസ് ഉള്ള സിനിമയാണ്. പക്ഷെ ഇതിലും കുറച്ച് ഭീകരമെന്നല്ല, അതായത് ഒരു ക്യാരക്ടറിനെ ഇപ്പം നമ്മളൊരു ക്യാരക്ടറിനെ ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ അത്തരം ഫിനിഷ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ വൂണ്ടുകൾ, മുറിവുകൾ, സ്കാറുകൾ, ഇത്തരം സാധനങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കണ്ണിൽ കണ്ടാൽ ഒന്നും കൂടി നോക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു വൾഗർ ഫീൽ ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നൊരു ഫീലില്ലാതെ ഏറ്റവും അതിന് പോലും എസ്തെറ്റിക് സ്വഭാവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് എമ്പുരാനിൽ ചെയ്തിട്ടുള്ളത്. ഒരു വൂണ്ട് കണ്ടാൽ ഒരു അറപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളൊന്നുമില്ല, അത്തരം മൊമെന്റ്സുകളൊന്നും ഇല്ലാതെ അതിനെ ഏറ്റവും എസ്തെറ്റിക് സ്വഭാവം അത്തരം ഒരു കാര്യമാണ് നമ്മൾ ഇതിനകത്ത് വൂണ്ടാണെങ്കിലും ഈ പ്രോസ്തെറ്റിക്കിന്റെ പ്രോസസ്സുകളാണെങ്കിലും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാസിൽ സാറിന്റെ ഫാദർ നെടുമ്പള്ളി, ഇപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം ഫാദർ നെടുമ്പള്ളി എങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ട്. അതുപോലെ തന്നെ ജാൻവിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റേറ്റ്, ആ സമയത്ത് ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡിസൈൻ കേട്ടപ്പോൾ, പ്രത്യേകിച്ച് സാനിയ അയ്യപ്പൻ്റെ മേക്കപ്പ്, സാനിയ അയ്യപ്പനെ വളരെ ഗ്ലാമറസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ മേക്കപ്പിൽ തന്നെ ആ കഥാപാത്രം കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നമുക്ക് വളരെയധികം എക്സ്പ്രസീവായിട്ട് തോന്നിയായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ 2 ക്യാരക്ടേഴ്സ് ഈ എമ്പുരാനിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു മേക്ക് ഓവർ, അതിനെക്കുറിച്ച്. എനിക്കത് പറഞ്ഞു തുടങ്ങുമ്പോൾ ലൂസിഫർ പറയാതെ അത് തുടങ്ങാൻ പറ്റില്ല. എന്ന് കഴിഞ്ഞാൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലും ഫാസിൽ സാർ ചെയ്തൊരു ക്യാരക്ടർ ആ സമയങ്ങളിൽ ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാസിൽ സാറാണ് അത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പോലും നമുക്ക് അതിനൊരു മേക്ക് ഓവർ എത്രമാത്രം എങ്ങനെയാണ് എന്നുള്ളതിനപ്പുറത്ത് അപ്പോൾ രാജു വന്ന് ലൊക്കേഷനിൽ നിന്നാണ് അത് ബ്രീഫ് ചെയ്തത്. നമ്മൾ ആ മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ രാജു ഹാപ്പി ആയിരുന്നു. ആ ഒരു പ്രോസസ്സിനകത്ത് അത് ഹാപ്പി ആയിരുന്നു.
അതേപോലെ സാനിയയുടെ ക്യാരക്ടറിൽ വരുന്ന സമയത്തും ആ സമയത്ത് ഒരു ഡ്രഗ് ഇമോഷൻസ് ഒക്കെയുള്ള ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫുൾ ടൈം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു, അപ്പം നമ്മൾ ആ ഒരു സട്ടിലായിട്ട് അവരുടെ ഐ എങ്ങനെയായിരിക്കണം, ഐ റെഡിഷ് ആക്കാനും അത്തരം ചെറിയ വളരെ മൈൽഡാണ്. നമ്മളതൊരു ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ഒന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അത് ചലഞ്ചിങ് ഒന്നുമല്ല. പക്ഷെ അങ്ങനെ സട്ടിലാണ് മേക്കപ്പ്. അതോടൊപ്പം തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ യുടെ ക്യാരക്ടർ ബ്രീഫിങ്ങിൽ എന്നോട് ആദ്യം മെൻഷൻ ചെയ്തിട്ടുള്ളത് മഞ്ജു ചേച്ചിയുടെ കാര്യമാണ്. മഞ്ജു വാര്യരുടെ ആ ക്യാരക്ടറിനും കുറച്ചൊരു എലഗൻ ഫീല് വേണം. ഇതുവരെ മഞ്ജു ചേച്ചി പ്രസൻറ്റ് ചെയ്യാത്ത ഒരു കുറച്ചുകൂടെ ബോൾഡാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് രാജു അന്ന് ആദ്യം പറഞ്ഞ ഒരു റെഫറൻസ് നമ്മുടെ വില്ലൻ സിനിമയിലെ മഞ്ജു ചേച്ചിയുടെ ലുക്കാണ് എൻ്റെ മനസ്സിലുള്ളത് ശ്രീത്തേന്ന്. അപ്പോൾ മഞ്ജു ചേച്ചി പറഞ്ഞു അത് ശ്രീത്താണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രോസസ്സിൽ ഇപ്പോൾ ഉണ്ണിസാറ് അന്ന് ക്യാരക്ടർ ബ്രീഫ്സ്, ഞാനത് വില്ലനിലേക്ക് പോവുകയാണ്, എന്താ കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു ട്രാവൽ ആയതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഉണ്ണിസാറ് ബ്രീഫ് ചെയ്ത സമയത്തും മഞ്ജു ചേച്ചിയുടെ ഒരു മേക്കപ്പിൻ്റെ, അപ്പം ഞാൻ പറഞ്ഞു അവരൊരു 2 സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ചൊരു എലഗൻ, എന്നാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ 0 മേക്കപ്പിലേക്ക് ആണ് അന്ന് ആ പ്രോസസ്സ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നോർമൽ ഒരു ലേഡിയെ മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് മേക്കപ്പ് ചെയ്തുകൊണ്ട് അതൊരു 0 മേക്കപ്പ് ഒന്നെങ്കിൽ നമുക്ക് 0 മേക്കപ്പ് ഒന്നും ചെയ്യാതിരിക്കാം, റോ ഫേസ് നമുക്ക് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാം. ഇത് മേക്കപ്പ് ചെയ്തുകൊണ്ട് അതിനെ 0 മേക്കപ്പ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ഫീച്ചേഴ്സിൽ എവിടെയാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഫീച്ചേഴ്സാണ് എൻഹാൻസ് ചെയ്യേണ്ടത്, അത് മാത്രം എൻഹാൻസ് ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ 0, ഇങ്ങനെയൊക്കെയുള്ള ചില അതൊക്കെ നമ്മുടെ മൈന്യൂട്ട്, ഇപ്പം നമ്മുടെ ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഓരോ ഒബ്സർവേഷനാണ്. അത് നമ്മൾ ആ ആക്ടറെ നമ്മൾ അതിനു മുമ്പ് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ഫീച്ചേഴ്സ് ഇങ്ങനെയൊക്കെയാണ് എല്ലാം ഒരു പ്രീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസിയാണ്. ഇതൊന്നും വലിയ സ്കില്ലുകളൊന്നുമല്ല. അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ഈ ലൂസിഫർ എന്ന് പറയുന്നത് കഴിഞ്ഞു. പിന്നെ ലൂസിഫർ കഴിഞ്ഞ് ഇപ്പോൾ ചോദ്യത്തിലേക്ക് വന്ന ജാൻവി ആയാലും ഫാസിൽ സാറിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അവരൊരു ആഫ്റ്റർ 5 years കഴിഞ്ഞിട്ടാണ് ഇതിന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഓൾറെഡി റിയൽ ടൈമും നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ലൂസിഫറിൻ്റെ റിലീസ് കഴിഞ്ഞ് കൃത്യമായൊരു കാലയളവുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ക്യാരക്ടേഴ്സിനോടും ബ്രീഫ് ചെയ്യുമ്പോൾ രാജു പറയുന്നത് റിയൽ ടൈമാണ്. അതായത് 5 വർഷമാണ് ഈ സിനിമയുടെ കഥാപാത്രങ്ങളുടെ വളർച്ച, അല്ലെങ്കിൽ അവരുടെ മാറ്റങ്ങൾ 5 വർഷമാണ്. ഇപ്പം ജാൻവിക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. എമ്പുരാനിൽ അവൾ കുറച്ചും കൂടി ജീവിതത്തിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ജാൻവിയുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറി, അവൾക്ക് അവളുടേതായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളും തീരുമാനങ്ങൾക്കും ഒരു ബോൾഡായിട്ടുള്ള ഒരു കുറച്ചും കൂടി ജീവിതത്തിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് കാണുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അതിന് ആ രീതിയിലാണ് നമ്മൾ ലൂസിഫറിൽ നിന്നും ഡിഫറൻ്റ് ആണ് ജാൻവി എന്ന് പറയുന്നത്.